ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ജേണലാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡയറിയിലാണ് ഞാൻ ജേണൽ ചെയ്യാറ്. ഒരു ജേണൽ ഞാൻ ചെയ്തിരുന്നു, അതാണെങ്കിൽ വൺ ഫ്ലോപ്പായിരുന്നു. ഈ ജേണൽ ചെയ്തോടെ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ഈ ജേണൽ ചെയ്യാമെന്നുള്ളത് നിർത്തി വെക്കാമെന്ന്. ആകെ ഒരു ജേണൽ ചെയ്തിട്ടുള്ളൂ, അതാണെങ്കിൽ വൺ ഫ്ലോപ്പായിരുന്നു. പിന്നെ ഞാൻ ഈ ഫോൺ കവർ മേക്കോറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ 2-3 കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടി തോന്നെ കമൻറ്റ്സ് ഉണ്ടായിരുന്നത് ജേണലിനായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ കയ്യിൽ ജേണൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തുകൂടെ എനിക്ക് ജേണൽ ചെയ്തോടെ എന്നൊക്കെ വിചാരിച്ചു. അന്ന് ഞാനൊരു പ്രതിജ്ഞ എടുത്തതായിരുന്നു ഇന്നത്തോടെ ജേണൽ ചെയ്യൂല എന്നുള്ളത്. പക്ഷേ ആ കമൻറ്റ്സ് കണ്ടപ്പോൾ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് സാധനങ്ങൾ അങ്ങനെയൊന്നും അല്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ എൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. സ്റ്റിക്കർ വെച്ച് 5 റുപ്യേൻ്റെ സ്റ്റിക്കറാണ്. ശരിക്കും ഇതിന് കവാലി സ്റ്റിക്കറാണ് വേണ്ടത്. ബട്ട് എൻ്റെ അടുത്ത് കവാലി സ്റ്റിക്കർ ഇല്ല. ഞാൻ മീഷോയിലൊക്കെ നോക്കി, പക്ഷെ ഒടുക്കത്തെ വില ഇല്ലെങ്കിലും കുറച്ചൊക്കെ വില ഉണ്ട്. 150, 180, 200, 300 പറഞ്ഞാണ്ട് ഒരു സെറ്റ് ഉണ്ട്. അതിന് 300, 500 വേറൊരു സെറ്റിന്. അതിലേറെ നല്ല നമുക്ക് 100 എടുക്കാൻ വിചാരിച്ച് ഉമ്മച്ചിനോട് പറഞ്ഞു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു, ഉമ്മച്ചിൻ്റെ റിയാക്ഷൻ 1000 വിലയുള്ള റിയാക്ഷനായിരുന്നു. അപ്പം ഞാൻ പിന്നെ 3 മാസത്തോളം ഞാൻ ഉമ്മച്ചിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിട്ടോ. കവാലി സ്റ്റിക്കർ വാങ്ങിട്ട് പറഞ്ഞ് കുറേ ഞാൻ നടന്നു. പക്ഷെ അതിനൊന്നും ഒരു കാര്യമില്ല എന്നറിഞ്ഞപ്പോൾ ഞാൻ ഇന്നത്തോടെ നിർത്തി. പിന്നെ അത് നിർത്തി. പിന്നെ ഞാൻ 5 റുപ്യേൻ്റെ സ്റ്റിക്കർ വാങ്ങി. ഇതെങ്കിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഈ ഒരു ജേണൽ ചെയ്യുന്നത് ബ്ലൂഷ് തീമിലാണ്. ബ്ലൂഷ് തീം വേറെ തീമിലാവോ എന്നാണ് എൻ്റെ പേടി. അപ്പോൾ കഴിഞ്ഞ ജേണലിന് തന്നെ എനിക്ക് ആ ജേണൽ ചെയ്തപ്പോൾ പിന്നെ ഈ ഒരു ജേണൽ എനിക്ക് അത്ര പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഒന്ന് പേപ്പർ കട്ട്സൊക്കെ വേണം, പക്ഷേ എൻ്റെ അടുത്ത് ന്യൂസ് പേപ്പറൊന്നും ഇല്ല. അപ്പോൾ ന്യൂസ് പേപ്പർ ഇല്ലെങ്കിലും നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ. ഞാൻ പിന്നെ ഫസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ജേണൽ ചെയ്തിരുന്നു. അതിൽ ഞാൻ ഈ പേപ്പറൊക്കെ മുറിച്ചിരുന്നത് കത്രിക കൊണ്ട്, പിന്നെ ഈ സ്കെയിൽ കൊണ്ടൊക്കെ നല്ല രീതിയിലായിരുന്നു മുറിച്ചിരുന്നത്. പിന്നെ ഞാൻ വേറെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിലങ്ങനെ ഒന്നല്ല, അതിൽ നമ്മൾ പരന്നാണ് ഈ അമേബ ഷേപ്പിലൊക്കെയാണ് അവർ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വെട്ടിയെടുത്താണ്ടാണ് ഇപ്പോൾ ഒട്ടിക്കാറ്. ഞാൻ ഈ ഗ്രാഫ്റ്റൊക്കെ ചെയ്യാൻ വീഡിയോസ് കാണൽ കഡൽ ക്ലൗഡും പിന്നെ നീനു ഷാജിയാണ്. അവരുടെ വീഡിയോസിൽ നല്ല നല്ല ഗ്രാഫ്റ്റേഴ്സാണ്. അവരുടെ വീഡിയോസ് കണ്ടാണ്ടാട്ടോ ഞാൻ ഈ ജേണലൊക്കെ ജേണൽ പിന്നെ നമ്മുടെ ചട്ടുകൊണ്ടുള്ളത് ഒക്കെ ചെയ്യാറുള്ളത്. എൻ്റെ റൂമിലുള്ള അധിക സാധനങ്ങളും ഗ്രാഫ്റ്റ്സ് അവരുടെ ഈ നീനു ഷാജിൻ്റെയും കഡൽ ക്ലൗഡിൻ്റെയും വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാറുള്ളത്. അവരുടെ വീഡിയോയിൽ ഇങ്ങനെ ഗ്രാഫ്റ്റ് ഐറ്റംസൊക്കെയാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അവരുടെ വീഡിയോസ്. പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് 2-3 ജേണൽസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ 5ാം ക്ലാസ്സിലാണ് ഞാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ 6ലാണ്, ഇനി 7ക്കാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എത്ര വയസ്സാണ്, ഒക്കെ എവിടെയാണ് വീട്, ആരൊക്കെ ഉണ്ട് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാടെ കൂടിയാണ് ഞാനൊരു Q&A ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം ഈ ഒരു വീഡിയോസൊക്കെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അപ്പോഴൊക്കെ ഞാൻ ഈ ഡാൻസിൻ്റെ വീഡിയോസ് അങ്ങനെയൊക്കെ ആയിരുന്നു വിട്ടിരുന്നത്. ഡാൻസിൻ്റെ പിന്നെ നാടകം അങ്ങനെയൊക്കെ ആയിട്ട് വിട്ടിരുന്നത്. പിന്നെ ഇങ്ങനെ ഗ്രാഫ്റ്റിലോട്ട് ഇങ്ങനെ വന്ന് തുടങ്ങി. പിന്നെ നമുക്ക് ഒരു ദിവസം നമുക്ക് Q&A ചെയ്യണ്ട. അപ്പോൾ അത് ജേണൽ വന്നിട്ട് ബ്ലൂ തീമാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അതൊരു റെഡ് തീമുമായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അതുവരെക്കും ബൈ.